ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷമീർ, വിശദാംശങ്ങൾ. ശങ്കർദാസ് ഈ കേസിലെ 11ാം പ്രതിയാണ്. എന്നാൽ ജയിലിൽ കഴിയുന്ന അവസാന പ്രതി കൂടിയാണ്. SIT കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയ കാരണത്താലാണ് ഇദ്ദേഹവും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലുമാണ് സ്വാഭാവിക ജാമ്യം ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി നൽകിയത്. 2026 ജനുവരിയിലാണ് SIT സംഘം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തത്. ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അടക്കം മോശമായി ഇദ്ദേഹം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ തന്നെ ജാമ്യാപേക്ഷയുമായി പോയെങ്കിലും വിചാരണ കോടതി തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം നൽകട്ടെ എന്നൊരു നിലപാട് മേൽക്കോടതികൾ സ്വീകരിച്ച സാഹചര്യത്തിൽ ജയിലിൽ കഴിയുകയായിരുന്നു. ഇതിലൊരു അതായത് ഒരു പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ പോലും അന്വേഷണ സംഘത്തിന് SITക്ക് കഴിഞ്ഞില്ല. പിന്നീട് ഏതാണ്ട് 90 ദിവസം ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി 90 ദിവസം പൂർത്തിയായി. ഇതിനുശേഷമാണ് ശനിയാഴ്ച ഈ ജാമ്യാപേക്ഷ നൽകിയത്. ഇന്ന് ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ അതിന്റെ ഉത്തരവ് കൂടി അദ്ദേഹം കഴിയുന്ന ജയിലിൽ എത്തുന്നതോടുകൂടി ശങ്കർദാസും പുറത്താകും. ഇതോടുകൂടി ഈ കേസിലെ എല്ലാ ആളുകളും പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി ആരും ഈ കേസിൽ ജയിലില്ല എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഹർഷൻ. റൈറ്റ്, ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.